Hi friends, നമുക്കൊന്ന് സെക്കൻഡ് യൂണിറ്റിലെ ഗ്രാമർ പാർട്ട് ഡിസ്കസ് ചെയ്യാം. Let's find out how language elements work. Activity 1. First one, read the following sentence and place them along appropriate headings in the box. അല്ലേ, നമുക്ക് കുറച്ച് സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ സെന്റൻസ് ഒക്കെ ഒന്ന് ആദ്യം റീഡ് ചെയ്യാം. എന്നിട്ട് രണ്ട് ബോക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. നോക്കാം. ഹാഡ് ദി ഫിനിഷ്ഡ് ഷൂട്ടിംഗ്, അവർ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തോ എന്നാണ് ചോദ്യം. Their training had not gone very bad. അവരുടെ ട്രെയിനിങ് അല്ലെ അത്ര മോശമൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ആ വ്യത്യാസം നോക്കാം. ദെൻ ദ ഷോട്ട്സ് വെർ ടു ഡാർക്ക്, ഷോട്ടൊക്കെ എന്തായിരുന്നു, വളരെ ഡാർക്ക് ആയിരുന്നു, ഇരുണ്ടതായിരുന്നു കേട്ടോ. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാബു ഗ്രോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു മുളക്കാടുകളിൽ പോയിട്ട് ഒരു ആനിമൽസിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഗൂബി ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്, അല്ലെ, കിങ് ഗൂബിയെ ബാനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. Could a tiger from Bharat Circus do this job? ഭാരത് സർക്കസിലെ ഒരു ടൈഗറിനെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ സാധിക്കുമോ? Okay. Then Bharat Circus has 2 tigers with a thumb. അല്ലെ, ഭാരത് സർക്കസിന് എന്തുണ്ട്, 2 tigers അവരുടെ കൂടെയുണ്ട്. മിസ്റ്റർ തൊറാട്ട് വാസ് ദ റിംഗ് മാസ്റ്റർ ഓഫ് ദ സർക്കസ്. സർക്കസിലെ റിംഗ് മാസ്റ്റർ ആരാണ്? തൊറാട്ട് ആണ് അല്ലെ. ഇതൊക്കെ പ്രൊജക്ട് ആയിക്കത്തെ സെന്റൻസുകളാണ് അല്ലെ. ദെൻ ഭാഗ ഹാസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്, ഭാഗ്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാനിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഡു ഡൗൺ ദ ട്രെയിൻസ്, അല്ലെ, നമ്മുടെ എല്ലാ പ്ലാനുകളും എന്താണ്, എല്ലാം അങ്ങ് വേസ്റ്റ് ആയി പോവാണ് എന്ന് അല്ലെ. നോക്കാം. സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ്സും ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിൽ സ്റ്റേറ്റ്മെന്റ്സും ഇതിൽ ക്വസ്റ്റ്യൻസും ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യും, മീനിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതൊക്കെ എടുത്തിട്ട് ഇതിലോട്ട് എഴുതും. ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഉള്ള സെന്റൻസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ എഴുതും. വളരെ സിമ്പിൾ അല്ലെ. നോക്കാം. സ്റ്റേറ്റ്മെന്റ്സ്. Their training had not gone very bad. The shots were too dark. Gobi is banished by the king. Bharat Circus had 2 tigers with them. Mr. Thorat was the ringmaster of the circus. Bhagas also has been banished. ആ സെന്റൻസിൽ ഫുൾ സ്റ്റോപ്പ് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. Then questions. Had they finished shooting? Do you think it is easy to set the animals free in the Babu Grove? Could a tiger from Bharat Circus do this job? Were all our plans going to down the train? അപ്പോ ക്വസ്റ്റ്യൻസ് അതിലും സ്റ്റേറ്റ്മെന്റ് അവിടെയും കൊടുത്തു. ക്ലിയർ? Then second, B. Analyze the statement that you have listened in the activity. അല്ലെ, അവിടെ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ടല്ലോ അല്ലെ. Identify the verbs in them and put them in the appropriate columns according to their functions as the main verb or helping verb. അല്ലെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്തു, ആ ലിസൺ ചെയ്തപ്പോ അതിൽ നമുക്ക് കുറച്ച് വേർബ്സ് ഒക്കെ കാണാൻ പറ്റും അല്ലെ. ആ സെന്റൻസിൽ കുറച്ച് വേർബ്സ്, ക്രിയകൾ കാണാൻ സാധിക്കും അല്ലെ. വെർബ്സ് ഉണ്ട്. അത് നമ്മുടെ ആ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മെയിൻ വെർബിലോട്ടും ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സിലോട്ടും തിരിക്കണം. വാട്ട് മീൻ ബൈ മെയിൻ വെർബ്? എന്താ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ? ഓക്സിലറി വെർബും മെയിൻ വെർബും ഗ്രാമറിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാണാത്തവർക്കായിട്ട് വീണ്ടും പറയാണ്. മെയിൻ വെർബ് എന്ന് പറയുമ്പോൾ പ്രവർത്തികൾ അല്ലെ, ഏതൊക്കെയാണ്? ഈറ്റ്, റണ്ണ്, സ്ലീപ്പ്, ഗോ, വെന്റ് അല്ലെ, ഇങ്ങനെയുള്ള പല ആക്ഷൻസ്. റൈറ്റ്, റീഡ്, ഇങ്ങനെ ഈറ്റ്, ഇങ്ങനെയുള്ള ആക്ഷൻ വെർബ്സുകളാണ് ഈ മെയിൻ വെർബ്സിൽ വരുന്നത്. ഓക്കെ. ദെൻ ഇവിടെ ഓക്സിലറി ആൻഡ് ഹെൽപ്പിംഗ് വെർബ്സ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വേർ ആൻഡ് ഹാസ്, ഹാവ്, ഹാഡ്, ഇങ്ങനെയുള്ള വെർബ്സ് ഉണ്ടല്ലോ, അതാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നോക്കാം. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നല്ലോ അല്ലെ. ഇതാ ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ മെയിൻ വെർബ്സും ഓക്സിലറി വെർബ്സും ഓരോ സെന്റൻസും എഴുതേണ്ടത്. അതിലുള്ളതാണ് ഫിനിഷ്ഡ്, അതുപോലെ ഓക്സിലറി വെർബ് ആ സെന്റൻസിൽ ഹാഡ് ഉണ്ടായിരുന്നു, ഗോൺ, അത് ഓക്സിലറി വെർബ്സ് ഹാഡ് ഉണ്ടായിരുന്നു, ദെൻ വേർ ഉണ്ടായിരുന്നു, സെറ്റ് പറയുമ്പോൾ അതിൽ ഡു ഉണ്ടായിരുന്നു, ബാനിഷ്ഡ്, ഈസ്, അതുപോലെ ഡു, കുഡ്, ഹാസ്, ബാനിഷ്ഡ്, ഹാസ്, ഗോ, വേർ. ആ സെന്റൻസ് നോക്കിയാൽ മനസ്സിലാവും. ആ സെന്റൻസിൽ ഓരോ സെന്റൻസിലും വരുന്ന മെയിൻ വെർബും ഓക്സിലറി വെർബും ആണ് ഈ തന്നിട്ടുള്ളത്. ക്ലിയർ? Then fill in the blanks with the suitable verbs. അല്ലെ, നമുക്ക് നോക്കാം.
they dash planning something different. അവര് പ്ലാൻ ചെയ്യാണ് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ അല്ലെ. ദേ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം അവിടെ ആര് വരും എന്നുള്ളത്. അവരാണ് അല്ലെ, അവറാണ് അല്ലെ. അപ്പൊ എന്താണ്, ഒരുപാട് പേരുണ്ട് അല്ലെ. ഒരുപാട് പേരുണ്ടെങ്കിൽ പിന്നെ ഈസും ആമും ഒന്നും അവിടേക്ക് എത്തൂല അല്ലെ. ഈസ് ആമും വാസും ദേന്റെ അടുത്തേക്ക് ഒരിക്കലും പറ്റില്ല. പിന്നെ ഉള്ളത് ദേയുടെ അടുത്ത് ആരെ കൊടുക്കാം, പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആറ് കൊടുക്കാം. സെന്റൻസ് പാസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, വേറെ കൊടുക്കാം. ഇതേ ഉള്ളു ഓപ്ഷൻ അല്ലെ, ഇതേ ഉള്ളു ഗ്രാമറിലെ ഓപ്ഷൻ അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈസും വാസും ആമും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട്. സിംഗുലറിന്റെ കൂടെയാണ് വരുന്നത്. പക്ഷേ ആറും വേറും ആണ് എന്ത് വരുന്നത്, പ്ലൂരൽ. ഇവിടെ ദേ ആണ്. ദേ വന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല, ആർ ഓർ വേറായിരിക്കും. ഓക്കെ, ക്ലിയർ? ദാ ആൻസർ നോക്കാം. ദേ ആർ അല്ലെങ്കിൽ ദേ വേർ പ്ലാനിങ് സംതിങ് ഡിഫറെന്റ്, രണ്ടും കൊടുക്കാം കേട്ടോ. ഇത് പ്രസന്റ്, ഇത് പാസ്റ്റ്. ക്ലിയർ? അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹി ഡാഷ് റീഡിങ് എ ബുക്ക് വെൻ ഐ വിസിറ്റഡ് ഹിം. അവൻ ബുക്ക്, ഞാൻ അവനെ വിസിറ്റ് ചെയ്യുമ്പോൾ അവൻ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഇവിടെ ആൻസർ നോക്കിയേ. ഹി വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ വിസിറ്റഡ് ഹിം. എന്തുകൊണ്ട് ഹി ഈസ് കൊടുത്തില്ല ഒന്ന് പറഞ്ഞേ. കാരണം ഇവിടെ എന്താ നോക്കണം നിങ്ങൾ, അപ്പൊ ടെൻസ് ഒന്ന് നോക്കണം. അത് പാസ്റ്റ് ആണ് അല്ലെ. ഞാൻ അവനെ വിസിറ്റ് ചെയ്തപ്പോൾ അവൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ എന്താണ്, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, വാസ് വന്നത്. ഹി വന്നുകൊണ്ട് ഈ സിംഗുലർ ആയതുകൊണ്ട് വാസ് വന്നു. പിന്നെ പാസ്റ്റ് ആയതുകൊണ്ട് ഹി ഈസ് വരാതെ ഹി വാസ് വന്നു. ക്ലിയർ? ദെൻ മിസ്റ്റർ തൊറാട്ട് ഡാഷ് 2 ടൈഗേഴ്സ് വിത്ത് ഹിം അല്ലെ. തൊറാട്ടിന് എന്തുണ്ട്, 2 ടൈഗേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു സംശയവും വേണ്ട. തൊറാട്ട് ഹാഡ് 2 ടൈഗേഴ്സ് വിത്ത് ഹിം. ഹാഡ് തന്നെ പറയുള്ളൂ കേട്ടോ. തൊറാട്ട് ഹാഡ് 2 ടൈഗേഴ്സ് വിത്ത് ഹിം. ദെൻ എ ടൈഗർ ഡാഷ് ബി ഇമ്പോസിബിൾ ടു ഹാൻഡിൽ അല്ലെ. ടൈഗറിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം, ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സാധ്യതയാണ്. ഓക്കെ, ചിലപ്പം ഈസി ആവാം, ചിലപ്പം ബുദ്ധിമുട്ടാവാം. അപ്പൊ ഒരു ചാൻസ് ആണ് പറയുന്നത്. അപ്പൊ എന്താണ്, ടൈഗർ മൈറ്റ് ബി ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ചിലപ്പോൾ എന്തായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ. ദ ഷൂട്ടിംഗ് ഡാഷ് നീഡ് 2 more days ടൈം അല്ലെ. കുറച്ച് കൂടുതൽ സമയം ഷൂട്ടിങ്ങിന് വേണ്ടി വരുമാണ് ഞാൻ പറഞ്ഞത്. വേണ്ടി വരുന്നു വേണ്ടി വന്നിരുന്നു എന്നല്ല. ഷൂട്ടിങ്ങിന് 2 or more days വേണ്ടി വരും. അപ്പൊ ഇതിന് ഫ്യൂച്ചറിലോട്ട് എത്തി ഞാൻ അല്ലെ. അങ്ങനെ ഫ്യൂച്ചറത്തെ കാര്യങ്ങൾ പറയണമെങ്കിൽ എന്ത് വേണം മക്കളെ, വില്ല് വേണം കേട്ടോ. ദ ഷൂട്ടിംഗ് വിൽ നീഡ് 2 more days ടൈം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓരോന്നും വന്ന സാഹചര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു. Then fill in the blank columns in the table below. One is done for you അല്ലെ. കുറച്ച് ഇത് തന്നിട്ടുണ്ട്, ടേബിൾ തന്നിട്ടുണ്ട്. നോക്കാം. മോഡൽ ഓക്സിലറി ഫങ്ഷൻസ് യൂസ്ഡ് മീനിങ്ഫുൾ സെന്റൻസ് അല്ലെ. മോഡൽ ഓക്സിലറി എന്താണ്? മോഡൽ ഓക്സിലറിയുടെ ഒക്കെ ക്ലാസ് ഗ്രാമറിൽ പോയിട്ട് കേൾക്കണം കേട്ടോ, എന്നാലുള്ളൂ അത് ക്ലിയർ ആവാം. ഓക്കെ, അപ്പൊ മോഡൽ ഓക്സിലറി ഉണ്ട്. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഇതൊക്കെയാണ് മോഡൽ ഓക്സിലറി എന്ന് പറയുന്നത് അല്ലെ. ഈ മോഡൽ ഓക്സിലറീസിന് കുറെ ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവയുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എങ്ങനെ പോയാലും എന്തായിരിക്കും? എബിലിറ്റി, പെർമിഷൻ, റിക്വസ്റ്റ്, ഓർഡർ അല്ലെ, പോസിബിലിറ്റി, ഇങ്ങനെയുള്ള വിഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാധ്യതകളും ആഗ്രഹങ്ങളും റിക്വസ്റ്റും ചോദ്യങ്ങൾ ചോദിക്കാനും ഓർഡർ കൊടുക്കാനും ഒക്കെയാണ് ഈ മോഡൽ ഓക്സിലറി യൂസ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെ പോയാലും തിരിച്ചു മറിച്ചു അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതിന്റെ യൂസ് വരുന്നത്. നോക്കാം, ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. വില്ല്, അതിന്റെ ഫംഗ്ഷൻ ആണ് ആദ്യം. ഫംഗ്ഷനും ഉണ്ട്, അതിനൊരു എക്സാമ്പിളും വരും. ക്ലിയർ? ഫസ്റ്റ് വൺ, മേക്കിംഗ് പ്രഡിക്ഷൻസ് അല്ലെ. ഊഹാപോഹങ്ങളൊക്കെ പറയാൻ അല്ലെ, പ്രഡിക്ഷൻസ് പറയാൻ, നാളത്തെ കാര്യങ്ങൾ മറ്റത്തെ, നാളെ ചിലപ്പോൾ മഴയൊക്കെ വരുമായിരിക്കും, ഞാൻ നാളെ അവിടെ പോവായിരിക്കും, പ്രഡിക്ഷൻസ് ആണ് അല്ലെ. ചിലപ്പോൾ നാളെ നല്ല ഇടിയോട് കൂടിയിട്ട് മഴ പെയ്യാൻ സാധ്യത, പ്രഡിക്ഷൻ ആണ് അല്ലെ. നോക്കാം. ഇറ്റ് വിൽ റൈൻ ഇൻ ദ ഈവനിങ് അല്ലെ. വൈകുന്നേരം അല്ലെ, ഈവനിങ്ങിൽ മഴ പെയ്യുമായിരിക്കും, മഴ പെയ്യാം അല്ലെ, ഈവനിങ്ങിൽ മഴ ഉണ്ടായിരിക്കും. എന്താണ്? പ്രഡിക്ഷൻ ആണ് അല്ലെ. ക്ലിയർ? അപ്പൊ വില്ലിന്റെ യൂസ് ആണ്, കണ്ടല്ലോ. ദെൻ ഓഫറിംഗ് ടു ഡു സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യാം, മറ്റൊരാൾക്ക് സഹായമൊക്കെ കൊടുക്കാം. ഓഫർ ചെയ്യാം അല്ലെ, ഞാൻ സഹായിക്കാം,
ഞാൻ ചെയ്തുതരാം. ഇതൊക്കെയാണ് ഓഫർ എന്ന് പറയുന്നത്. നോക്കാം. ഐ വിൽ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. അല്ലെ, ഞാൻ ഇന്നെ ഈ ടാസ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഓഫർ ചെയ്തല്ലേ കൊടുത്തത്. ഓക്കെ, ദെൻ എക്സ്പ്രസിങ് ഡിറ്റർമിനേഷൻ. അല്ലെ, തീരുമാനങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയാൻ നമുക്ക് ഐ വിൽ ഡു ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഞാനത് ചെയ്യും. അതൊക്കെ പെർഫെക്റ്റ് ഡിറ്റർമിനേഷൻ പറയുന്നതാണ്. നോക്കാം. ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമാറോ. ഞാൻ നാളെ അവനോട് സംസാരിക്കും. ഉറപ്പിച്ചതാണ്, ഇനി ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ദെൻ മേക്കിംഗ് എ ഫോർമൽ റിക്വസ്റ്റ്. നമ്മൾ ഫോർമൽ റിക്വസ്റ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. ആ ഡോറൊന്ന്, ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാമോ, ജനലൊന്ന് ഓപ്പൺ ചെയ്ത് തരൂ. ഇതാണ് അത് ഫോർമൽ ആയിട്ടുള്ള റിക്വസ്റ്റ് പറയാനാണ് കേട്ടോ. ദെൻ ഡിനോട്ടിങ് ഫ്യൂച്ചർ. ഇനി എല്ലാം പോയിട്ട് നമ്മുടെ ടെൻസ് നോക്കുമ്പോൾ ഫ്യൂച്ചർ ടെൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ലേ. ദ ട്രെയിൻ വിൽ ലീവ് അറ്റ് 4 o'clock. ട്രെയിൻ എന്ത് ചെയ്യും, 4 മണിക്ക് പോവും. അപ്പൊ ഇത്രയും യൂസുകൾ ഫംഗ്ഷൻ ആർക്കുണ്ട്, വില്ലിനുണ്ട്. ഓക്കെ, ക്ലിയർ. ദെൻ വുഡ് അല്ലെ, വില്ലിന്റെ പാസ്റ്റ് ആണ് കേട്ടോ വുഡ്. എക്സ്പ്രസ് ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അല്ല, ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. നോക്കാം. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ. എനിക്ക് ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ദെൻ എക്സ്പ്രസ് ഇന്റൻഷൻ, ഇന്റൻഷൻ പറയാൻ അല്ലെ. ദേ ടോൾഡ് ദേ വുഡ് റീച്ച് ദിസ് ആഫ്റ്റർനൂൺ. എന്താണ്, അവർ പറഞ്ഞു അവരിവിടെ ഈ ആഫ്റ്റർനൂൺ, ദേ ടോൾഡ് ദേ വുഡ് റീച്ച് ഹിയർ ദിസ് ആഫ്റ്റർനൂൺ. അവർ ഈ ആഫ്റ്റർനൂണിൽ ഇവിടെ എത്തുമെന്ന് അവര് പറഞ്ഞു. ദെൻ വിഷ് പറയാനാ അല്ലെ, വിഷ് ചെയ്യണ്ടേ. ഐ വിഷ് ഐ വുഡ് വിൻ. ഐ വിഷ് ഐ വുഡ് വിൻ അല്ലെ, ഞാൻ വിഷ് ചെയ്യുന്നു ഞാൻ വിജയിക്കുമെന്ന്. ദെൻ ടു മേക്ക് എ പൊളൈറ്റ് റിക്വസ്റ്റ്. പൊളൈറ്റ് ആയിട്ട് നമുക്ക് ഒരാളോട് റിക്വസ്റ്റ് ചെയ്യണം അല്ലെ. വുഡ് യു ഡു മീ എ ഫേവർ. എനിക്കൊരു സഹായം ചെയ്യാമോ എന്ന് ചോദിക്കാം. ഓക്കെ, ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെ. എവറി മോർണിംഗ് ദേ വുഡ് ഗോ ഫോർ എ വാക്ക് അല്ലെ. എല്ലാ മോർണിംഗിലും അവര് വാക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ കഴിഞ്ഞു പോയ പാസ്റ്റ് ആക്ഷൻസ് പറയാം. നോക്കുക. ഡിസയേഴ്സ്, ഇന്റൻഷൻ, വിഷ്, പൊളൈറ്റ് റിക്വസ്റ്റ്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്. ക്ലിയർ. ഇത്രയുമാണ് വുഡിന്റെ യൂസ്. ദെൻ ഷോൾ ഇൻഡിക്കേറ്റ്സ് ഫ്യൂച്ചർ ആക്ഷൻ. ഷുവർ അല്ലെ, വില്ലും ഷാളും ആണോ ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഐ ഷാൽ മീറ്റ് ഹിം ടുമാറോ. ഞാൻ നാളെ അവനെ കണ്ടുപിടും. ഇപ്പൊ പിന്നെ പഴയ പോലെ ഷാള് യൂസ് ചെയ്യാറുള്ള ഞാൻ ഗ്രാമർ പഠിപ്പിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അധികം ആളുകൾ വില്ലന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഐ വിൽ മീറ്റ് ഹിം ടുമാറോ എന്നാണ് ഇപ്പൊ അധികം ആളുകളും പറയാറുള്ളത് കേട്ടോ. ദെൻ സജഷൻസ് അല്ലെ, ഒരാൾക്ക് നമ്മൾ സജഷൻസ് പറഞ്ഞു കൊടുക്കും അല്ലെ. ഷാൾ ഐ കം വിത്ത് യു, ഞാൻ ഇതിന്റെ കൂടെ വന്നോട്ടെ. ഓക്കെ, ദെൻ പ്രോമിസസ് ഓർ വോളണ്ടറി ആക്ഷൻസ് അല്ലെ, ഉറപ്പ് കൊടുക്കാനും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. ഐ ഷാൽ നെവർ ഫോർഗെറ്റ് മൈ ഡ്യൂട്ടീസ്. ഞാൻ ഒരിക്കലും എന്റെ ഡ്യൂട്ടീസ് മറക്കില്ല. ഇങ്ങനെയുള്ള പ്രോമിസും വോളണ്ടറി ആക്ഷൻസിനും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ, ഷാൾ യൂസ് ചെയ്യും. ക്ലിയർ. ദെൻ ഷുഡ്, ടു ഗീവ് അഡ്വൈസ്. എന്താണ്, അഡ്വൈസ് കൊടുക്കാൻ കേട്ടോ. ഈ ഷാളിന്റെ പാസ്റ്റ് ആണ് കേട്ടോ ഷുഡ്. അപ്പോ അഡ്വൈസ് കൊടുക്കാൻ. നോക്കാം. You should study the lessons. You should study the lessons. നീ എന്ത് ചെയ്യണം, നീ നിർബന്ധമായിട്ടും ലെസൺസ് പഠിക്കണം അല്ലെ. അടുത്തത് ഹിപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ആണ് അല്ലെ. ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനാണ് നമ്മൾ പറയാം അല്ലെ, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് എന്നും പറയും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാങ്കല്പിക സിറ്റുവേഷൻസ് പറയാനാണ്. ഷുഡ് യു നീഡ് എനി ഹെൽപ്പ് ജസ്റ്റ് കോൾ മീ അല്ലെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ പറയാൻ നമ്മൾ എന്ത് ചെയ്യും, ഷുഡ് യൂസ് ചെയ്യും. യു ഷുഡ് സ്റ്റഡി ദ ലെസൺസ്. നീ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, പഠിക്കണം എന്നാണ് പറയുന്നത്. ഒരു അഡ്വൈസ് മോഡലിലാണ് കേട്ടോ. ദെൻ ക്യാൻ, എബിലിറ്റി അല്ലെ. ഐ ക്യാൻ സിംഗ്, ഐ ക്യാൻ റീഡ്, ഐ ക്യാൻ റൈറ്റ്, ഐ ക്യാൻ സിംഗ് അല്ലെ. അതാണ് കഴിവുകൾ പറയാൻ അല്ലെ, എബിലിറ്റി, കഴിവുകൾ. പെർമിഷൻ ചോദിക്കാൻ അല്ലെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് അനുവാദം ചോദിക്കാൻ. നോക്കാം. ക്യാൻ ഐ യൂസ് യുവർ പെൻ പ്ലീസ്. ഞാൻ നിന്റെ പേന യൂസ് ചെയ്തോട്ടെ എന്നുള്ളത് ചോദിക്കുകയാണ്. ദെൻ പോസിബിലിറ്റി ആണ്, സാധ്യത. കഴിവ്, അനുവാദം ചോദിക്കുക, പോസിബിലിറ്റി, സാധ്യതകൾ പറയാം. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ അല്ലെ. സ്മോക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസർ ഉണ്ടാക്കും എന്നാണ്. ഓക്കെ, ദെൻ കുഡ്, കുഡാണ് കേട്ടോ.
എബിലിറ്റി ഇൻ ദ പാസ്റ്റിലെ കഴിവുകൾ പറയാൻ. ഇത് നമ്മൾ ഐ ക്യാൻ സിം എന്ന് പറഞ്ഞ പ്രസന്റ് കഴിവാണ് കേട്ടോ. അപ്പൊ ഇനി പാസ്റ്റിലെ കഴിവ് പറയാനാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കുഡ് യൂസ് ചെയ്യണം. ഷീ കുഡ് വാക്ക് വെൻ ഷി വാസ് 9 months old അല്ലെ. അത് 9 months old ആയപ്പോ തന്നെ അവൾക്ക് നടക്കാൻ സാധിച്ചിരുന്നു. ഓക്കെ. ദെൻ പൊളൈറ്റ് പെർമിഷൻ, വളരെ അങ്ങേയറ്റം പൊളൈറ്റ് ആയിട്ട് അനുവാദം ചോദിക്കുക. കുഡ് ഐ ബോറോ യുവർ ബൈസൈക്കിൾ, ഞാൻ എന്റെ ബൈസൈക്കിൾ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാണ്. പോസിബിലിറ്റി, യു കുഡ് ബി റൈറ്റ് ഐ സപ്പോസ് അല്ലെ. ചിലപ്പോ നീ എന്തായിരിക്കും, നീ പറയുന്നത് ശരിയായിരിക്കും. നീ ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കും. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം എബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഐ ക്യാൻ സിം, ഐ ക്യാൻ റീഡ് എന്നൊക്കെ പറയാനാണ്. പിന്നെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ചോദിക്കാറുണ്ട്. കുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഫങ്ഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏതിലോട്ടാണ് വരിക എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം കേട്ടോ. ദെൻ മോഡൽ ഓക്സിലറി നെക്സ്റ്റ് വൺ മേ അല്ലെ. എക്സാമിനൊക്കെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് മോഡൽ ഓക്സിലറി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഫങ്ഷൻസ് പഠിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് ക്ലിയർ ആവാം. ഓക്കെ. മേ എന്ന് പറഞ്ഞ എന്താണ്? പെർമിഷൻ ആണ് അല്ലെ. പെർമിഷൻ സാധ്യതയാണ് അല്ലെ. അല്ല, പെർമിഷൻ മീൻസ് എന്താണ്? അനുവാദം ചോദിക്കാം. മേ കമിൻ അല്ലെ. ഇത് പിന്നെ ആർക്കും തെറ്റില്ല. എത്ര കാലമായിട്ട് നമ്മൾ ചോദിക്കുന്നല്ലേ മേ കമിൻ സാർ, മേ ഗോ ടു ടോയ്ലറ്റ് അല്ലെ, മേ കമിൻ അല്ലെ. അതുകൊണ്ട് അതാണ് പെർമിഷൻ. ദെൻ പോസിബിലിറ്റി ആണ് കേട്ടോ. പോസിബിലിറ്റിയും പ്രോബിലിറ്റിയും സാധ്യതകളൊക്കെയാണ് കേട്ടോ. ഒരു മിതമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ മേ എന്ന് പറഞ്ഞ ഒരു 50% സാധ്യതയുണ്ട് കേട്ടോ. ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ട്രൂ അല്ലെ. ചിലപ്പം ശരിയാവാം, ചിലപ്പം എന്താവാം, ചിലപ്പോൾ സത്യമാവാം, ചിലപ്പോൾ സത്യമല്ലാതെ ആവാം എന്ന് പറയുന്ന ഒരു മീനിങ്. ഓക്കെ. ദെൻ മൈറ്റ്, പോസിബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി സെയിം സംഭവം തന്നെയാണ്. പോസിബിലിറ്റിയും പ്രോബിലിറ്റിയും തന്നെയാണ്. ഇത് ഒന്നും കൂടെ സാധ്യത എന്താണ്? കുറവാണ്. മേയേക്കാൾ സാധ്യത കുറവാണ്. ഹി മൈറ്റ് ഗെറ്റ് ഹിയർ ഇൻ ടൈം ബട്ട് ഐ കാൻ ബി ഷുവർ അല്ലെ. അവൻ ചിലപ്പോൾ ടൈമിൽ വരികയായിരിക്കും, പക്ഷെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പോസിബിലിറ്റി പ്രോബിലിറ്റി പറയാൻ തന്നെയാണ്. ദെൻ മാസ്റ്റ് മീൻസ് എന്താണ്? സ്ട്രോങ് ഒബ്ലിഗേഷൻ അല്ലെ. ഉറപ്പായിട്ട് നീ അത് ചെയ്യണം അല്ലെ. യു മസ്റ്റ് കം ടു മൈ ഓഫീസ്, നിർബന്ധമായിട്ട് നീ എന്ത് ചെയ്യണം? ഓഫീസിൽ എന്റെ മുമ്പിൽ വരണം എന്നൊക്കെ പറയില്ലേ. നീ നാളെ യു മസ്റ്റ് ഡു ദ ഹോംവർക്ക് എന്തെങ്കിലും ടീച്ചർ പറഞ്ഞെന്താ? യു മസ്റ്റ് ഡു ദ ഹോംവർക്ക് കാരണം നിർബന്ധമായിട്ട് ഹോംവർക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മസ്റ്റ് യൂസ് ചെയ്യാം. ദെൻ നീഡ് ഹിയർ ഇസ് നെസസിറ്റി ആൻഡ് ഒബ്ലിഗേഷൻ. എന്താണ് നമ്മുടെ നെസസിറ്റി? ആവശ്യങ്ങൾ പറയില്ലേ. ഐ നീഡ് മോർ മണി അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഐ നീഡ് എ ന്യൂ ബുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം. നമ്മുടെ നെസസിറ്റികൾ, ആവശ്യങ്ങൾ പറയാൻ. then ഒബ്ലിഗേഷൻ പറയാനും. നീഡ് എ ന്യൂ കോട്ട്, എനിക്കൊരു പുതിയ കോട്ട് വേണം അല്ലെ മക്കളെ. ഡയർ ടു ചാലഞ്ച് അല്ലെ. ആർക്കാണ് ഇതിന് ധൈര്യം ഉള്ളത് എന്നുള്ള ചോദ്യം ചോദിക്കാനാണ് കേട്ടോ. ഡെയർ ഹി ഡു ഇറ്റ്, അവനത് ചെയ്തോ അല്ലെ, അവനത് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയോ എന്നൊക്കെയുള്ള ചോദ്യം അല്ലെ. ഹൗ ഡെയർ ടു കം ടു മീ എന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പൊ നീ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ വന്നത്? ഹൗ ഡെയർ ടു ടോക്ക് ടു മീ എന്നൊക്കെ ചോദിക്കും. എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങനെ എന്നോട് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? ഡെയർ യൂസ് ചെയ്തിട്ടോ. ചലഞ്ചാണ്, ധൈര്യം ചോദിക്കുകയാണ് അല്ലെ. ധൈര്യത്തോട് കൂടിയിട്ട് ഒരാളെ ചലഞ്ച് ചെയ്യാണ്. ദെൻ OT2 പറഞ്ഞാൽ എന്താ? ഒബ്ലിഗേഷൻസ് തന്നെയാണ് കേട്ടോ. മസ്റ്റ് പോലെ തന്നെയാണ്. അതുപോലെ അഡ്വൈസിന് യൂസ് ചെയ്യും. ദെൻ ലോജിക്കൽ കൺക്ലൂഷൻ യൂസ് ചെയ്യും. നോക്കാം, ഒബ്ലിഗേഷൻ നോക്കാം. ഐ ought to see him today അല്ലെ. എന്താണ്? ഞാൻ ഇന്ന് നിന്നെ കാണാൻ വരും. യു ought to study your lessons, നീ നിർബന്ധമായിട്ട് നിന്റെ ചാപ്റ്റർ പഠിക്കണം. ഹി ought to come here അല്ലെ. അവൻ എന്ത് ചെയ്യാണ്? ഹി ought to come here, അവൻ ഇവിടെ വരണം. ദെൻ നെക്സ്റ്റ് used to, habitual actions and accustomed action took place in the past but not continuing in the present അല്ലെ. ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ് പാസ്റ്റിലുള്ളത്, ബട്ട് നോട്ട് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസന്റ്. ഇത്രയേ ഉള്ളൂ അല്ലെ. പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പതിവായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പക്ഷെ ഇപ്പോൾ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യം പറയാനാണ് കേട്ടോ. നോക്കാം. I used to climb trees in my childhood അല്ലെ. ഞാൻ എന്റെ ചൈൽഡ്ഹുഡിൽ എന്ത് ചെയ്തിരുന്നു മക്കളെ? ട്രീയുടെ മുകളിൽ കയറിയിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല കേട്ടോ. ക്ലിയർ? The next one, now consider the questions you have listened in section A അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്, നോക്കാം. Had they finished the shooting? അവർ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തോ? ഓക്കെ. How will you answer this question? എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാം?
എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഹാഡ് ദേ ഫിനിഷ്ഡ് ദ ഷൂട്ടിംഗ് എന്നാണ്. അവർ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തോ? നിങ്ങൾക്ക് രണ്ട് രീതി ക്വസ്റ്റ്യൻ ഉത്തരം തരും. എങ്ങനെ? ഒന്ന്, യെസ് അവർ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തു, നോ അവർ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തില്ല. രണ്ട് ആൻസർ നൽകാം. നോക്കാം. യെസ് ദേ ഹാഡ് ഫിനിഷ്ഡ് ദ ഷൂട്ടിംഗ്. ഓക്കെ, ദെൻ നോ ദേ ഹാഡിൻ ഫിനിഷ്ഡ് ദ ഷൂട്ടിംഗ്. അല്ലെ, നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു അല്ലെ. ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തിട്ടില്ല, ഫിനിഷ് ചെയ്തു. ഇങ്ങനെ രണ്ട് ആൻസർ ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വരിക, ഒരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ പറയുക. ഇതിന് എന്ത് പറയും? ഇതിന് നമ്മൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് പറയും. നമ്മളാണെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയും അല്ലെ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയും. അതേപോലെ തന്നെയാണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നത്. ക്ലിയർ? Read the following sentence. They are going to Madras. നമുക്ക് അടുത്ത് നോക്കാം. They are going to Madras. അവർ മദ്രാസിലേക്ക് പോയി. നോക്കാം. ഇനി ഇത് നേരെ ക്വസ്റ്റ്യൻ ആക്കാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നേരെ ക്വസ്റ്റ്യൻ ആക്കാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ എന്താണ് ചെയ്തിട്ടുള്ളത്. They are going to Madras. അല്ലെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എ പെൻ. ഇതൊരു പേനയാണ്. സിമ്പിൾ എക്സാമ്പിൾ നോക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. ഇനി ഇതൊരു പേനയാണോ എന്ന് നിങ്ങൾ ചോദിക്കണം. സോറി, ഇതിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻ അല്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. ഇറ്റ് ഈസ് എ പെൻ. ഇതൊരു പേനയാകുന്നു, ഇതൊരു പേനയാകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇത് ആരെ പുറത്തെടുക്കണം? അതിന്റെ ഓക്സിലറി വെർബ് ആരാന്ന് പോയി തപ്പണം. എന്നിട്ട് ആ ഓക്സിലറി വെർബിന് ആദ്യം കൊടുക്കണം. പിന്നെയാണ് നമ്മുടെ ഈ സബ്ജക്റ്റ് വരുന്നത്, ഇറ്റ് എ പെൻ. പിന്നെ എന്താണോ ബാക്കി വരുന്നത് അത് അതേപോലെ എഴുതുക. ക്ലിയർ? അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? അതിലെ ഓക്സിലറി വെർബിനെ ആദ്യം ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്തിടുക, എന്നിട്ട് പിന്നെ സബ്ജക്റ്റ് കൊടുക്കുക, ദെൻ റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ് കംപ്ലീറ്റ് അങ്ങ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ? നോക്കാം. They are going to Madras. They are going to Madras. അവർ മദ്രാസിൽ പോയി. എങ്ങനെയാണ്? അപ്പൊ ഇത് നമ്മൾ നേരെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇതിന് ആരെ പുറത്തെടുക്കണം? ഓക്സിലറി വെർബിനെ പുറത്തെടുത്തിട്ട് ആദ്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള സബ്ജക്റ്റിന് ഇങ്ങോട്ട് രണ്ടാമത് കൊടുക്കും. ദെൻ അതേപോലെ ബാക്കി പാർട്ട് കൊടുക്കും. ക്ലിയർ? സോ ആർ ദേ ഗോയിങ് ടു മദ്രാസ് അല്ലെ. ഓക്സിലറി വെർബ് ആദ്യം കൊടുക്കണം, ദെൻ സബ്ജക്റ്റ് അങ്ങോട്ട് ഇടണം, ബാക്കി അതേപോലെ കൊടുക്കണം. ഈസി ആണല്ലോ. യെസ്. Then നന്ദു വാസ് വർക്കിംഗ് ഓൾ നൈറ്റ്. നന്ദു എല്ലാ നൈറ്റിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ ആക്കാൻ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ആരെ കൊണ്ടുവരണം മക്കളെ? ഈ വാസിനെ അങ്ങോട്ട് പുറത്തോട്ട് എടുത്തിട്ട് കൊടുക്കുക. ദെൻ ഇവിടെ അടുത്ത ആളെ ഇങ്ങോട്ടും കൊടുക്കുക. വാസ് നന്ദു വർക്കിംഗ് ഓൾ നൈറ്റ്. വളരെ സിമ്പിൾ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ ഹൗ ഡു ദീസ് ക്വസ്റ്റ്യൻസ് ബിഗിൻ? ഏത് വേർഡ് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞ്. ദീസ് ക്വസ്റ്റ്യൻസ് ബിഗിൻ വിത്ത് ഓക്സിലറി വെർബ് അല്ലെ. ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ദെൻ what change is made in the word order of the statement to frame the questions? അല്ലെ, അതിനൊരു ഓർഡർ ഉണ്ടായിരുന്നു അല്ലെ. ഏതായിരുന്നു ആ ഓർഡർ? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ്? ആദ്യം ഉണ്ടായിരുന്നത് സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, പിന്നെ റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ് ആയിരുന്നു സെന്റൻസിൽ വരിക. പിന്നെ നേരെ നമ്മളത് എങ്ങനെ കൊടുക്കും? ആ ഓക്സിലറി വെർബ് ആദ്യം കൊടുത്തിട്ട് സബ്ജക്റ്റിന് നമ്മൾ പിന്നീട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ദ വേർഡ് ഓർഡർ ഓഫ് ദ സബ്ജക്ട് ആൻഡ് വെർബ് ഈസ് റിവേഴ്സ്ഡ് ആൻഡ് ദ വെർബ് വിൽ പ്രൊസീഡ് ദ സബ്ജക്ട് അല്ലെ. എങ്ങനെയാണ് വരുന്നത്? നേരെ തിരിച്ചാണ് വരുന്നത് അല്ലെ. സബ്ജക്റ്റും വെർബും റിവേഴ്സ് ആവും അല്ലെ. എങ്ങനെയാണ്? ആദ്യം ഇവിടെ സബ്ജക്റ്റ് ആണ് വരിക, പിന്നെ ഇവിടെ എന്ത് വരും? വെർബ് വരും അല്ലെ. ക്വസ്റ്റ്യൻ ഇടുമ്പോ എങ്ങനെ വരണം? വെർബ് ആദ്യം വരണം, ദെൻ സബ്ജക്റ്റ് വരും. ക്ലിയർ? ഓക്കെ, ദെൻ നൗ ട്രൈ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ് ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നമുക്കിനി ഈ ഒരു ഐഡിയ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നോക്കാം. നോ എന്ന് പറയുമ്പോ തന്നെ ഉറപ്പിച്ചു എസ് ഓർ നോ ക്വസ്റ്റ്യൻ. They are planning something different in this time അല്ലെ. ബാക്കിയെല്ലാം അവിടെ നിന്നോട്ടെ. തുടക്കം ഒന്ന് പറഞ്ഞു തന്നെ. ആര് നിങ്ങൾ തരും? ഓക്സിലറി വെർബ് തരും. അപ്പൊ സ്വാഭാവികമായിട്ടും ആറ് വരും അല്ലെ. പിന്നെ അവിടെ ആരാണ് അടുത്ത കൊടുക്കേണ്ടത്? ആദ്യത്തെ സബ്ജക്റ്റ് അല്ലെ. ബാക്കിയെല്ലാം ഒന്നും നോക്കണ്ട, ഇതാണ്. ഓക്കെ, നെക്സ്റ്റ്
സെക്കൻഡ്, നോ ഐ ഹാവ് നെവർ ട്രാവൽഡ് ത്രൂ ജംഗിൾ അല്ലെ. ഐ വരുമ്പോ മുകളിൽ യു ആണ് കേട്ടോ വരിക. നീ അത് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ വരുള്ളൂ. നിന്നോട് നീ അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആൻസർ പറയാ? ആ ഞാൻ ചെയ്തു പറയില്ലേ. അപ്പൊ യു ആണ് ഈ ഐ ആയി മാറുന്നത്. അപ്പൊ ഇവിടെ ആര് വരും? ഇവിടെ ആദ്യം ഹാവന് വരും. ഓക്കെ, ആദ്യത്തെ നമ്മുടെ ഹാവിന് എടുത്ത് എഴുതണം ഫസ്റ്റ്. ദെൻ ഐ പിന്നീട് യു ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ? ദെൻ യെസ്, ഹി വാസ് സ്കോൾഡിങ് ദ പബ്ലിക് വെൻ ഐ റീച്ച്ഡ് ദർ അല്ലെ. അപ്പൊ ഇതും എന്താണ്, എങ്ങനെയാണ് ചെയ്യാൻ? ഞാൻ അവിടെ എത്തിയപ്പോൾ പബ്ലിക്കായിട്ട് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. നോക്കാം, ആദ്യം ആരെ പുറത്തെടുക്കണം മക്കളെ? വാസിനെ പുറത്തെടുക്കണം. ദെൻ ഹി. ക്ലിയർ? ഇപ്പൊ കറക്റ്റ് ആയല്ലോ. ഓക്സിലറി വെർബ് ആദ്യം ഇടണം, ദെൻ സബ്ജക്റ്റ് ഇടണം, ബാക്കിയെല്ലാം പിന്നീട്. ക്ലിയർ? ദെൻ യെസ്, ഇറ്റ് ഈസ് സ്നോയിങ്. എന്താണ് ആദ്യം വരിക? ഈസ് ഇറ്റ്. പിന്നെ ബാക്കി ഇതന്നെ ആയിരിക്കും കേട്ടോ കംപ്ലീറ്റ് വരിക. ക്ലിയർ? ദെൻ യെസ്, ഹി ക്യാൻ സ്പീക്ക് ജർമ്മൻ. അവന് ജർമ്മൻ സംസാരിക്കാൻ കഴിയും. ആദ്യം ആര് വരും? ഖാൻ വരും അല്ലെ. പിന്നെ ആര് വരും? ഹി വരും. ദെൻ ബാക്കി അതേപോലെ. ക്ലിയർ? നോക്കാം. Are they planning the same this time too? Le? No, they are planning something different this time. Le? Then second one, have you ever traveled through jungle? Le? ഒരു മാറ്റമല്ല, ഞാൻ പറഞ്ഞ പോലെ ഐ യു ആയി ഹാവ് ഫസ്റ്റ് എടുത്തോളൂ. Then was he scolding the public when you reached then? ഇവിടെ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? വാസ് ഫസ്റ്റ് കൊടുത്തു, he second. അല്ലെ, ഇങ്ങോട്ട് അങ്ങോട്ടും തമ്മിൽ മാറുകയാണ് കേട്ടോ. Then it is knowing. എന്താണ്? ഈസ് ഫസ്റ്റ്ക്ക് പോവും, ഇറ്റ് സെക്കൻഡ് ഇങ്ങോട്ടും വരും. ഓക്കെ, ദെൻ ക്യാൻ ഹി സ്പീക്ക് ജർമ്മൻ. ആദ്യം ആരെ കൊടുക്കണം? ഈ ക്യാൻ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കൊടുക്കുക, ഹി പിന്നെ കൊടുക്കുക, അതേപോലെ എഴുതുക. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ അല്ലെ. ഇവൻ ചെറിയ കുട്ടികൾക്ക് വരെ ഇങ്ങനെ എഴുതാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കഴിയും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ക്ലിയർ? കൺസിഡർ ദ ഫോളോയിങ് സെന്റൻസ് അല്ലെ. ഇനിയാണ് പ്രശ്നം. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഓക്സിലറി വെർബ്സ് അതിൽ കണ്ടു, അതെടുത്തിട്ട് ഇങ്ങോട്ട് എഴുതിയില്ലേ. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഈസോ ആമും ആറും വാസും വേറും ഹാസും ഹാവും ഹാഡും സബ്ജക്റ്റ് അതിൽ ഇല്ലെങ്കിലോ സെന്റൻസില് അല്ലെ. ഇവിടെ നോക്കിയേ, ഹി ലൈക്സ് ഓറഞ്ചസ് അല്ലെ. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാണ്, ഞാൻ പറയാം ഓക്സിലറി വെർബ് എടുത്തെടുത്ത് എഴുതാൻ പറഞ്ഞു. എവിടെ അതിൽ ഓക്സിലറി വെർബ് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ എന്താണ്, സെന്റൻസ് കറക്റ്റ് ആണ്. അടുത്ത സെന്റൻസ് ഒന്ന് നോക്കിയേ, അല്ല അതിന്റെ ആൻസർ ഒന്ന് നോക്കിയേ, എങ്ങനെയാണ് എടുക്കുക? അപ്പൊ ഓക്സിലറി വെർബ് അതിലില്ല എന്നുണ്ടെങ്കിൽ, ഓക്സിലറി വെർബ് ഡയറക്റ്റ് കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മള് ആരെ സഹായം തേടും മക്കളെ? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡു, ഡസ്, ഡിഡ്. അപ്പോ ഈസ്, ആമ്, ആറ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ്, ഈ ക്യാൻ, കുഡ് ഇങ്ങനെയുള്ള ആളുകളൊന്നും സെന്റൻസിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ സെന്റൻസ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ, ഐ മീൻ ആ സെന്റൻസ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പിന്നെ നമ്മൾ ആരുടെ സഹായമാണ് ചെയ്യേണ്ടത്? ഇതാ ഇവര് നമ്മളെ സഹായിക്കും. ഇവരുണ്ടാവും ആ സെന്റൻസിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത്. അവരെങ്ങോട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ റെഡി. നോക്കാം. ഇവിടെ നോക്കിയേ, ഹി ലൈക്സ് ഓറഞ്ചസ്. ഇവിടെ ആരുണ്ട്? ഡസ് ഉണ്ട് അല്ലെ. ലൈക്സ്, ഡസ് ഉണ്ട്. അപ്പൊ ആ ആളെ ഇങ്ങോട്ട് പുറത്തെടുക്കുക, ഡസ്. പിന്നെ പഴയ പോലെ തന്നെ ഹീ കൊടുക്കുക. പക്ഷെ ഇവിടെ പിന്നെ എന്ത് വരും? ലൈക്സിന് എസ് നമ്മളെ ഡസ് എടുത്ത സ്ഥിതിക്ക് ഇവിടെ ബേസ് ഫോമേ വരുള്ളൂ. ഓക്കെ, ഡു, ഡസ്, ഡിഡ് എന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ പുറത്തെടുത്തുക. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡു, ഡസ്, ഡിഡ് എന്ന് പറഞ്ഞ ആരാണ്? ഗ്രാമറിലെ രാജാക്കന്മാരാണ്. അവരുണ്ടോ പിന്നെ ബാക്കി ആർക്കും ഒരു മാറ്റം വരാൻ പാടില്ല. ബാക്കിയൊക്കെ ബേസ് ഫോം കിടക്കണം. അത് അവർക്ക് നിർബന്ധ. അവരൊരു സെന്റൻസിലല്ലേ പിന്നെ അവിടെ ഒരു ഇഡിയോ ഒരു ഇഎസും ഒന്നും വേണ്ടി വരില്ല. ഓക്കെ, സോ ഇവിടെ ഡസ് വന്നു. ദെൻ ഹി ലൈക്ക് ദ ഓറഞ്ചസ്. ക്ലിയർ ആണല്ലോ? ദേ വെന്റ് ടു ദ നിയർ ബൈ സ്കൂൾ. ഇവിടെ ആരെ കാണുന്നത്? വെന്റിന്റെ ഉള്ളിൽ ഒരാളുണ്ട് മക്കളെ. അത് ആരാണ്? ഗോയും വെന്റ് തമ്മിലുള്ള വ്യത്യാസമാണ്. വെന്റ് പാസ്റ്റ് ആണ്. വെന്റിന്റെ ഉള്ളിൽ ഡിഡ് ഉണ്ട്. സോ ഡിഡ് ഇങ്ങോട്ട് പുറത്തെടുത്തു. ദെൻ സബ്ജക്റ്റ് കൊടുക്കും. ഡിഡ് പുറത്തെടുത്ത് കഴിയുമ്പോ അത് ഗോ ആയിട്ട് മാറും. അപ്പൊ ഗോ ടു ദ നിയർ ബൈ സ്കൂൾ. ക്ലിയർ? Then I drink tea. I drink tea. Drink ബേസ് ഫോം ആണ് അല്ലെ. അതുകൊണ്ട് ആരും പുറത്തെടുക്കാനൊന്നുമില്ല. ബേസ് ഫോം ആണ്, ക്ലിയർ ആണ്, അത് ഡു തന്നെയാണ് അല്ലെ. ഡ്രിങ്ക് ബേസ് ഫോം ആണ്. ഡ്രിങ്ക്, സി, ഈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡൂവേ വരുള്ളൂ. ബേസ് ഫോം ആണെങ്കിൽ ഡു വരും. ഇ എസ് വരുന്നുണ്ടെങ്കിൽ ഡസ് വരും. ഇ ഡി ഒക്കെ വരുന്ന പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഡ് വരും. ക്ലിയർ? ഓക്കെ, ഐ ഡ്രിങ്ക് ട്രീ. ഇവിടെ ഡ്രിങ്ക് ആയതുകൊണ്ട് ഡു എടുത്തു. ഐ എന്തായി മാറി? യു എന്തായി മാറി? I, you, I, then drink tree. Clear? In this sentence, auxiliary verb is hidden. സത്യല്ലേ?
ഒളിച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ അല്ലെ, ഈ സെന്റൻസുകളിൽ ഓക്സിലറി വെർബ് എവിടെ ഇരിക്കുകയാണ്? ഒളിച്ചു നിൽക്കുകയാണ്. സോ വി യൂസ് ഡെമ്മി ഓക്സിലറി അക്കോർഡിംഗ് ടു ദിസ് ടെൻസ് ഓഫ് ദ വെർബ് അല്ലെ. അവിടെ നമ്മൾ ആരെ യൂസ് ചെയ്യും? ഓക്സിലറി വെർബിന് പകരം ഡെമ്മി ഓക്സിലറി. ഡെമ്മി ഓക്സിലറി ആരാ? നിസാരക്കാരല്ല, ഡു, ഡസ്, ഡിഡ് ഇവരെ യൂസ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് അത് പുറത്തു വരുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോക്കാം, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ പാട്ടിൽ വരുന്ന മാർക്ക് വളരെ സുഖമാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. നോക്കുക, ലൈക്ക് ആണ് ഒരു സെന്റൻസിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഡു ആണ്. കാരണം ഇത് എന്താണ്? ബേസ് ഫോം ആണ്. ഡു പ്ലസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ആണ്. അപ്പൊ അതിൽ ഡു ആണ് കിട്ടുക. ദെൻ ലൈക്സ്, ES എവിടുന്നാ വരുന്നത്? അതിനുള്ളിൽ ഡസ് ഉണ്ട്. ഡസ് പ്ലസ് ലൈക്ക് ആണ്. ഡസ് പ്ലസ് ലൈക്ക് ആണ് ലൈക്സ് എന്ന് പറയുന്നത്. അത് പ്രസന്റ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, ദെൻ ലൈക്ക്ഡ്, ലൈക്ക്ഡ് എന്ന് പറയുമ്പോൾ അത് ഡിഡ് പ്ലസ് ലൈക്ക് ആണ് ലൈക്ക്ഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ്? പാസ്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ലൈക്ക് വരികയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഡു കൊടുക്കും, ലൈക്സ് ആണെങ്കിൽ ഡസ് കൊടുക്കും, ലൈക്ക്ഡ് ആണെങ്കിൽ ഡിഡ് കൊടുക്കും. ക്ലിയർ? ഓക്കെ. Now construct questions for the following sentence. നോക്കാം. Yes, they come here frequently. അല്ലെ? Yes, they come here frequently. അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യന്റെ ആൻസറോട് കൂടിയിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, യെസ് they come here frequently. അല്ലെ? ഇവിടെ കമ്മാണ് വന്നിട്ടുള്ളത് അല്ലെ. കമ്മ് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്തെടുക്കുന്നുണ്ടാവും അല്ലെ. യെസ്, ദേ കം ഹിയർ ഫ്രീക്വന്റ്ലി ആണ് കേട്ടോ. അവന് ഇടക്കിടക്ക് വരും. അപ്പൊ നോക്കാം, ഇവിടെ കമ്മ് കണ്ടു നിങ്ങൾ. കമ്മ് കണ്ടപ്പോ എന്താണ്? കമ്മ് എന്താണ്? ബേസ് ഫോം ആണ് അല്ലെ. കമ്മ് എന്താണ്? ഡു പ്ലസ് കമ്മാണ് കമ്മ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആരെ പുറത്തെടുക്കാം മക്കളെ? ഡൂവിനെ പുറത്തെടുക്കാം. പിന്നെ വീണ്ടും ദേ എഴുതും, മാറ്റമൊന്നുമില്ല, കം ഇങ്ങനെ അങ്ങനെ പോകും. ക്ലിയർ? ഓക്കെ, ദെൻ എസ് ഐ മെറ്റ്. മെറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റിന്റെ പാസ്റ്റ് ഫോം ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഡിഡിന് എടുക്കും. ഡിഡ് യു, ഐ എന്തായി മാറി? യു ആയി മാറി. മെറ്റ് എന്താവും? അപ്പോ മീറ്റ് ആവും. ക്ലിയർ? ദെൻ ആസ് ദേ ലീവ്ഡ്. ലീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ആരുണ്ട് മക്കളെ? പറഞ്ഞേ. ഡിഡ് ഉണ്ട്. ക്ലിയർ ആണ്? ലീവ്ഡിന്റെ ഉള്ളിൽ ഡിഡ് ഉണ്ടാവും അല്ലെ. ദെൻ ദേ കൊടുക്കാം. അടുത്തത് ആരാണ്? ലീവായി മാറും. ഇടി എടുത്തില്ലേ? ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വി പ്ലേ. വി പ്ലേ എന്ന് പറയുമ്പോ എന്താ? പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ആണ്. അപ്പൊ ആരെ കിട്ടും? ഡു കിട്ടും. വലിയ മാറ്റങ്ങളൊന്നും വരുത്താനില്ല അല്ലെ. യെസ്, ഷീ സ്പീക്സ്. ഇവിടെ ഡെസ് കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഡെസ് പുറത്തോട്ട് വരും. ക്ലിയർ? നോക്കാം. ഡു ദേ കം ഹിയർ ഫ്രീക്വന്റ്ലി? യെസ്, ദേ കം ഹിയർ ഫ്രീക്വന്റ്ലി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കം ആയതുകൊണ്ട് ഡു എടുത്തു, ദേ എടുക്കും അതേപോലെ. ക്ലിയർ? ദെൻ യെസ്, ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. മെറ്റ് എന്ന് പറയുമ്പോൾ ഡിഡ് പുറത്തെടുക്കും. സോറി, ഡിഡ് പുറത്തെടുക്കും. ഐ യു ആവും. ദെൻ മീറ്റ് വരും. ഓക്കെ, ക്ലിയർ? ദെൻ യെസ്, ദേ ലീവ്ഡ്. ഈ ലീവ്ഡിനാണ് ഈ ഡിഡ് വന്നിട്ടുള്ളത്. ദേ കൊടുക്കും, പിന്നെ ലീവായി മാറും. അതേപോലെ ബാക്കി റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് അതേപോലെ എഴുതി വെക്കുക കേട്ടോ. ദെൻ ഡു യു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? അല്ലെ, നീ ക്രിക്കറ്റ് ഡെയിലി കളിക്കുന്നുണ്ടോ? എന്താണ്? യെസ്, ഇവിടെ പ്ലേ വരുമ്പോ സ്വാഭാവികമായിട്ട് ഡു വരും, പിന്നെ ഇവിടെ യു വരും, പ്ലേ അതേപോലെ കൊടുക്കും. ദെൻ സ്പീക്സിൽ നിന്നും ഡസ് പുറത്തു വന്നു. ഡസ് ഷീ സ്പീക്ക് ഫ്ലുവന്റ് ഇൻ ഫ്രഞ്ച്? അല്ലെ, ഈസിയാണ് അല്ലെ. ഒരു സെന്റൻസ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസിലോട്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് എസ് ഓർ നോ ക്വസ്റ്റ്യനിലോട്ട് മാറ്റണമെങ്കിൽ അതിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമാണ്. ഈസ്, ആം, ആറ്, വാസ്, വേറെ, ഹാസ്, ഹാവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് ഇട്ടിട്ട് പിന്നെ സബ്ജക്റ്റ് കൊടുത്തിട്ട് ബാക്കി എഴുതിയാൽ മതി. ഇനി അതല്ല, അവര് നേരിട്ട് അതിൽ കാണുന്നില്ല, അവര് ഹിഡൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ സഹായം ചോദിക്കണം? ഡു, ഡസ്, ഡിഡിന്റെ സഹായം ചോദിക്കണം. ഡു, ഡസ്, ഡിഡ് എവിടെ ഉണ്ടാവും? അതിൽ കാരണം വെർബിന്റെ ഉള്ളിൽ ഉണ്ടാവും. വെർബിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അതിന് പുറത്തോട്ട് എടുത്തിട്ടാ നിങ്ങൾക്ക് ഈസി ആയിട്ട് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ക്ലിയർ? ക്വസ്റ്റ്യൻസ് ബിഗിൻ വിത്ത് ആൻ ഓക്സിലറി വെർബ് ആർ കോൾഡ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും അറിയാലോ. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. എന്താണ്? ഓക്സിലറി വെർബ് കൊണ്ട് ഒരു വേർഡ് തുടങ്ങുകയാണെങ്കിൽ. ഓക്കെ, ദർ ഓൾസോ ഓൾഡ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് മാത്രം പറയൂ കേട്ടോ. വെറും എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ല. അതിന് അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസും
ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത്. വലിയ ക്ലാസ് ആയല്ലോ അല്ലെ, ചെറിയ ക്ലാസ്സിലാകുമ്പോഴാണ് നമ്മൾ യെസ് ഓർ നോ എന്ന് മാത്രം ഒതുക്കുന്നത് കേട്ടോ. ഇപ്പൊ അതിന് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊരു പേരും കൂടെ ഉണ്ട്. ഓക്കെ, ബിക്കോസ് ദേ ഹാവ് 2 പോസിബിൾ റെസ്പോൺസ്. എന്തുകൊണ്ട് അതിന് കാരണം എന്ന് വെച്ചാൽ അതിന് 2 പോസിബിൾ ആയിട്ടുള്ള ആൻസർ ഉണ്ട് അല്ലെ. യെസ് അവനത് ചെയ്തു, നോ അവനത് ചെയ്തില്ല, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള 2 പോസിബിൾ ആയിട്ടുള്ള ആൻസർ അതിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, only yes or no. It is impossible to ask yes or no questions without an auxiliary verbs. Such questions do not ask more information, they only seek confirmation or negation. അല്ലെ, ചില സമയത്ത് നമ്മള് yes or no questions auxiliary verb ഇല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്, ഡു ഡസ് ഡിഡ്. ആ സമയങ്ങളിൽ അവർക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ആൻസറിന്റെ ആവശ്യമില്ല, ഒരു yes or no ആവശ്യമുള്ളൂ, ഒരു കൺഫർമേഷൻ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ക്ലിയർ? അപ്പോ ഇത്രയുമാണ് ഒരു പാർട്ട് ഗ്രാമർ വരുന്നത്. ഇതിൽ വ്യക്തമാണ് സെന്റൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ വേണം. അതേപോലെ മോഡൽ ഓക്സിലറീസ് അല്ലെ, മോഡൽ ഓക്സിലറീസും അവരുടെ ഫംഗ്ഷൻസും അതിന് എക്സാമ്പിളും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് അല്ലെ, അത് ഓക്സിലറി വെർബ് വെച്ച് വരുന്ന എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും, ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഡു ഡസ് ഡിഡ് വെച്ചിട്ടുള്ള എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാനും പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ക്ലിയർ ആണ്, വളരെ സിമ്പിൾ ആണ്. സോ ബാക്കി ഗ്രാമർ ക്ലാസ്സുകളുമായിട്ട്, ബാക്കി ആക്ടിവിറ്റി ഗ്രാമർ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.